ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗ്രാനിയെ പൂട്ടാനാണ്. നമുക്ക് ഈസി കളിക്കാം ഗൈസ്. അല്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ് സംഭവം. അതാകുമ്പോൾ അതിൽ വരില്ല അവൾ. എങ്ങനെയുണ്ട്? അപ്പോഴത്തേക്കും ഇത് വേണ്ടായിരുന്നു. അപ്പോൾ ഡേ 1 ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് തുടങ്ങാം. ചെറുതായിട്ടിങ്ങനെ കറങ്ങിയൊക്കെ വന്ന് ആദ്യം നമുക്ക് ഈ ഫ്രണ്ടിരിക്കുന്ന സാധനം തന്നെ എടുത്ത് എറിയാം. നമുക്ക് അവളെ വരുത്തിച്ചിട്ട് റൂമിൽ നിന്ന് രക്ഷപ്പെടാം ആണിപ്പോൾ എൻ്റെ പ്ലാൻ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കാം. ഡോറിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുമ്പോൾ അവൾ കാണില്ല. മണ്ടി അവിടെ പോയിരിക്കും. എന്ത് പറയാനാ എൻ്റെ ബുദ്ധി. നോക്കാം കൈസ് വരുന്നുണ്ടോയെന്ന്. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വന്ന് അത് നമുക്ക് രക്ഷപ്പെടാം. തള്ള ഇവിടെ കിടക്കട്ടെ. ഓ അഹങ്കാരി, ഒരു വൃത്തിയില്ലല്ലോ ഗൈസ് ഇവിടെയൊക്കെ. അപ്പം അടുത്തത് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. വലിയ ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിതുവഴി പോവാം. ഇതുവഴി ഇതിൽ തണ്ണിമത്തം വെച്ചാൽ അരിഞ്ഞ് പോകും ഗൈസ്. നമുക്ക് താഴോട്ട് പോവാം. ഇതിലെ കൂടെ ഒന്നും ഗ്രാനി വരില്ല ഗൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം തള്ളി വാരി ഇട്ട് ഇതുവഴിയൊക്കെ നുഴഞ്ഞ് കയറി പോവാം. ഇവിടെയൊന്നും ഒരു സാധനം ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ കാക്കയുടെ കൂട്ടിനകത്ത് എത്തി ഗൈസ്. അതിനകത്തൊരു റിമോട്ടൊക്കെ ഉണ്ട് കാക്കയ്ക്ക് TV കാണാനായിട്ട്. ചളി വെറും ചളി. അയ്യോ. അപ്പം നമ്മൾ ഇതൊക്കെ തുറന്ന് നോക്കണം ഗൈസ്. ഇതിനകത്തൊക്കെ ചിലപ്പോൾ വല്ലതും കാണും. ഇഞ്ചക്ഷനൊക്കെ ഇരിക്കണം തോന്നും. ഇതൊക്കെ പതുക്കെ തള്ളിയിടാം. അപ്പോൾ കിളവി കേട്ടോണ്ട് ഓടി വരും പദം പൊട്ടിയാനെ പോലെ. അയ്യോ എന്ത് പറയാനാ. അതെന്താണ് ഗൈസ്? അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് കിട്ടി. നമുക്ക് അവളെ കൊല്ലല്ല ഗൈസ്. പകുതി എന്തോ 2 മിനിറ്റ് എന്തോ തള്ള ഉണരൂല ഇത് വെച്ചാൽ. എന്തു പറയാൻ. അപ്പം എല്ലാം തള്ളിയിട്ടോണ്ട് നമുക്ക് ഓടാം. ആ ഗ്യാരേജിൻ്റെ അകത്താണുള്ളത് ഗൈസ്. എവിടെ അത്? അതെന്താണ്, പെട്രോളാണോ? നമുക്ക് എന്താണ് ചെയ്തത്? അയ്യോ. ഓക്കെ, ഇനി ഒരു പീസും കൂടെ വേണം ഗൈസ് അതിൻ്റെ അകത്ത് വെക്കാൻ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. തള്ള കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കണേണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ ബ്ലഡൊക്കെ ഛർദ്ദിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ എടുത്ത് സ്പെഷ്യൽ കീ കിട്ടിയിട്ടുണ്ട്. പിന്നെയും കുറേ കബോർഡുകളൊക്കെ ഞാൻ വാരി തള്ളിയിടുന്നുണ്ട് ഗൈസ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോണ് ലാഗാണ്. എന്താണിത്? ഛർദ്ദിച്ച പോലത്തെ ചെവരുകളാണ്. അങ്ങനെ നമ്മൾ പട്ടിക്കൂടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ മതിലും ചാടി നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ ജീവിയല്ലേ നമ്മൾ കളഞ്ഞിട്ട് പോയത് നേരത്തെ. അയ്യോ, തള്ള കൊന്ന് ഗൈസ്. ഇവളെ കൊണ്ട് കിട്ടിയ സാധനങ്ങളും കൂടെ പോയല്ലോ. നമുക്ക് എന്തായാലും അത് പോയി എടുക്കണം. അവളെ പൂട്ടിയിട്ട് നേരത്തെ ട്രിക്ക് തന്നെ ചെയ്യാം നമുക്ക്. തല കറങ്ങുന്നല്ലോ. നമുക്ക് ആ സാധനം ഫ്ലവർ റൈസ് എടുത്ത് തന്നെ തുടങ്ങാം. എവിടെ? എറി. പൊട്ടടാ. പൊട്ടേ ഇല്ല, അത്രയും സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് ആയിരിക്കും. സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ കേൾക്കുന്നില്ല. മിണ്ടാതിരുന്നാലേ കേൾക്കത്തുള്ളൂ. തല കുത്തി മറിഞ്ഞ ഓടി വരുമോ എന്തോ. ഇവളെന്താണ് വരാത്തത്? ഇവള് വന്നിരുന്നേ വന്ന് പതുക്കെ ഓടി രക്ഷപ്പെടാൻ ഗൈസ്. നമുക്ക് എപ്പോഴും ഒരു നൈറ്റ് പോലത്തെ സംഭവമേ ഉള്ളൂ ഇവിടെ. കുറച്ച് ഫാഷൻ സെൻസ് ആയിക്കൂടെ?
നമുക്കപ്പോൾ ബാക്കിയും കൂടെ ഫിറ്റ് ചെയ്തിട്ട് ഇവളെ കൊല്ലാം കുറച്ച് നേരത്തേക്ക്. ഇല്ലെങ്കിൽ നേരത്തെ വന്ന് മണ്ടക്കടിച്ചിട്ട പോലെ മണ്ടക്കടിച്ചിടും. ഓട്ടിയിട്ട് പോവാ. ഇനി കയറി വന്നാല ഓട്ടിയാലും കയറി വരും, അത് വേറെ കാര്യം ഗൈസ്. നമ്മളപ്പോൾ ഇങ്ങെത്തി. ഇനി ഇത് ഫിറ്റ് ചെയ്യണം, എടുക്കണം, പോകണം, കൊല്ലണം. യാ ഓക്കെ. ഇനി ഇവിടെ നമുക്ക് വിളിച്ച് വരുത്തിക്കാം. എനിക്ക് പിന്നെ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാറിൻ്റെ അകത്തൊക്കെ വേണമെങ്കിൽ കയറിയിരിക്കാം ഗൈസ്. പിന്നെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയാലേ വരുള്ളൂ. നമ്മൾ കാറിൻ്റെ അകത്ത് കയറിയിരുന്നാൽ അവൾ വരില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കാറിൻ്റെ അകത്ത് കയറി. വരണില്ലല്ലോ. ചാടി ചാടിയൊക്കെ നോക്കാൻ വരുന്നുണ്ടോ? ഇതിനി എറിഞ്ഞെറിഞ്ഞ് ഈ തോക്ക് പൊട്ടോ. ഷോർട്ട് ഗൺ എന്നാ പറഞ്ഞിട്ട് നീളമുള്ള ഷോർട്ട് ഗണ്ണോ? അയ്യോ അതോ വരുന്നത്. അയ്യോ എനിക്കാണെങ്കിൽ വെടി വെക്കാനും പറ്റുന്നില്ലല്ലോ. ഇവിടെ എന്തൊരു കാണിക്കുന്നു? വട്ടം വട്ടം നാരങ്ങയാ. ഗൈസ് ഓടിക്കോ. വെടി വെക്കാൻ ഒരു സ്കോപ്പ് കിട്ടുന്നില്ല ഗൈസ്. ഇവിടെ അങ്ങോട്ട് ഓടുമ്പോൾ ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് ഓടുമ്പോൾ അങ്ങോട്ട് പോണ്. കൊല്ല് കൊല്ല് കൊല്ല്. കൊന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫ്രീ ഫയർ പ്ലെയർ ആയതുകൊണ്ട് നമുക്ക് ഹെഡ് ഷോട്ടൊക്കെ അടിക്കാൻ അറിയാം, അത് വേറെ കാര്യം. നമുക്കിനി ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തൊക്കെയോ ഞാൻ അവിടെ അവിടേക്ക് എടുത്ത് എറിഞ്ഞിട്ടുണ്ടെന്നല്ലോ. ഇത് തന്നെ, ഇത് നമ്മൾ തള്ളിയിടാം. സ്ക്രൂ ഡ്രൈവറാണ് ഗൈസ്. ഇനി നമുക്ക് ബുള്ളറ്റ് ലോഡ് ചെയ്യാം. ഇനി അവൾ വന്നാൽ കൊല്ലാം. തൽക്കാലം ഇപ്പം ഇതിന് ആവശ്യമില്ല, എന്നാലും നോക്കാം. ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഗൈസ്. ഓക്കെ, നമുക്കിനി ഒരു ബുക്ക് കണ്ടുപിടിച്ച് സ്റ്റാൻഡിനകത്തോട്ട് വെക്കണം. എന്തിനെന്ന് വെച്ചാൽ അവളപ്പം കിടന്ന് സൗണ്ട് ഉണ്ടാക്കും. അതിനൊന്നുമല്ല, അത് പറയും. ബുക്ക് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതിനു മുന്നേ ഒന്നുമില്ല, ഇതൊക്കെ തുറന്ന് നോക്കാം. ഓക്കെ, ബുക്ക് കിട്ടി ഗൈസ്. നമുക്കിനി ഇതിനെ കൊണ്ട് സ്റ്റാൻഡിൽ വെക്കാം. ഇതൊക്കെ ഒന്ന് തുറക്കാം ഗൈസ്. കബോർഡ് ഇതെന്താണ്? ഓവനാണ്. നേരത്തൊന്നും ഇല്ലെങ്കിലും വെറുതെ. എന്താണ് ഗൈസ് മണിയടിക്കുന്ന സൗണ്ട്? ഗ്രാനത്തുള്ള വന്നെന്ന് തോന്നുന്നു. മേ ബി എന്തോ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ട് ഗൈസ് ഇവിടെയൊക്കെ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഗ്രാനി ഏഷ് കാണുമോന്ന് ഡൗട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് വല്ലതും ഉണ്ടോ നോക്കാം. ഒരാവശ്യമില്ലാത്ത സാധനം. എന്ത് ഉപയോഗമാണോ ഉള്ളത്? ഇതെടുത്തിട്ടിപ്പം. ഓക്കെ, നമുക്കിനി വെടി വെച്ച് നോക്കാം. വെടി വെക്കുന്നില്ല. അയ്യോ, ഈ സാധനം നമ്മൾ ആദ്യമേ എടുത്ത് കളയുന്ന സാധനം തന്നെ നമ്മൾ പിന്നെ എടുത്തു. ഇത് തുറന്നു നോക്കാം. അത് തുറന്നിട്ട് ഇതും തുറന്നു. ചെലന്തി കണ്ടോ? ഗ്ലിച്ചായാണ് ഗ്ലാസ് നിൽക്കുന്നത്. ഇതുകൊണ്ടും വലിയൊരു ഉപയോഗമൊന്നുമില്ല, അത് വേറെ കാര്യം. നമുക്കിത് തള്ളിയിട്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ താഴ്ചണം. എന്നാലേ നമുക്ക് ഗ്രാനിക്ക് ഇതുവഴി നിൽക്കുമ്പോൾ നമുക്ക് അതുവഴി ചാടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എവിടെ പോയി കിടക്കണം? ആവശ്യമുള്ള സമയത്ത് വിളിച്ചാൽ വരില്ല, ഇല്ലെങ്കിൽ വരും. തള്ളിക്കൊണ്ട് നേരത്തെ ഞാൻ വായി നോക്കിക്കൊണ്ട് ഇപ്പോൾ തലയിലടിച്ച പോലെ അതോ വരണം ഗൈസ്, ഓ വരണം. ഓക്കെ, നമ്മൾ സേഫായിട്ട് ചാടിയിട്ടുണ്ട്. ഇനി ഡോർ അടച്ചേക്ക്. ഇനി അതുവഴി വന്നാലും മേ ബി ഒരു കീ കിട്ടി. ഗ്രാനി പിറകെ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ ഡോർ അടയ്ക്കാം, ഇതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കാം.
അവളെങ്ങനെ കണ്ട് നമ്മളിതുവഴി വരണത്? ഓ, വരുമ്പോൾ നമുക്ക് വെടി വയ്ക്കാം. അവളെ പാവാട് ഇതുവഴി വരുമ്പോൾ കാണാൻ പറ്റും ഗൈസ്. കണ്ടോ, എന്തോ വരുന്നുണ്ട്. നമുക്ക് വെടി വയ്ക്കാം. ഓക്കെ, ചത്തി. ഓക്കെ, അപ്പം നമുക്കിനി കുറച്ച് നേരം നമുക്ക് ഇതായിട്ട് നിൽക്കാം. അടുത്ത് സോഫയിൽ കയറി ഇരിക്കാം എന്നൊന്നും ഞാൻ പറയില്ല. പണിയെടുക്കണം ഇവിടെ വേറെ. എന്നിട്ട് നമുക്ക് മേളിൽ പോവാം, എന്നിട്ട് നമുക്ക് താഴെ പോവാം എന്നൊക്കെ ഞാൻ പറയും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗെയ്സ്, ഞാൻ ഇതിൽ വലിയ പ്രോയൊന്നുമില്ല. ഓക്കെ, വഴിയിൽ എന്തൊക്കെ സാധനങ്ങൾ വാരിക്കൊണ്ടിട്ടോളൂ ഈ ഗ്രാനി. നമുക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഓ, ഇതെന്താണ്? ഓക്കെ, നമുക്ക് ആ ടെഡി എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഗ്രാനിയുടെ റെഡ് ഐസ് കാണാമായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരിക്കും. നമുക്കിപ്പോൾ ടെഡി ബിയർ കൂടെ എടുക്കാം ഗൈസ്. അത് ടെഡി ബിയർ എന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അതുപോലെ അത്രയും വൃത്തികെട്ട സാധനമാണ്. മൂക്കളെ പിടിച്ചിരിക്കും പോലെ ഉണ്ട്. ഇതിനെയും കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് ചാടാൻ പോകും എന്നൊന്നും ഞാൻ പറയില്ല. ഇവിടെ തന്നെ ഞാൻ ചാടി. നടന്നു വരാൻ ഇത്തിരി പാടുണ്ട് ഗൈസ്, ചുമ്മാ മടി. ഓക്കെ, ഈ സ്റ്റിയറിംഗ് വീലൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇതോ കിടക്കുന്നു. എടുക്ക്. ഒരു കൈയും ഉണ്ട്. എന്തൊക്കെ ചെയ്യും നമ്മൾ? ഇതെല്ലാം വാരിയിടും. നമുക്കിനി അടുത്ത ഒരാളെ നിന്ന് രക്ഷപ്പെടണ കാണാം അടുത്ത പാട്ടിൽ. ഓക്കെ, ബൈ.